നമസ്കാരം. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ SFI പ്രിൻസിപ്പൽ കയ്യാങ്കളി സംഭവം ഉയർത്തിക്കാട്ടിക്കൊണ്ട് SFIക്കെതിരെ മാപ്രകളെല്ലാം കൂടി കടന്നാക്രമിക്കുകയാണ്, പ്രത്യേകിച്ച് കോർട്ടിട്ട ജഡ്ജിമാർ. പ്രിൻസിപ്പലിനെ SFIക്കാർ കയ്യേറ്റം ചെയ്തു എന്ന ഒരു ദൃശ്യം സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അറിയാലോ. ഏതെങ്കിലുമൊക്കെ മുരടന്മാരെയും മനുഷ്യത്വമില്ലാത്തവന്മാരെയൊക്കെ കൊണ്ടുവന്ന് പ്രിൻസിപ്പളായിട്ട് ഇരുത്തും. എന്നിട്ട് വിദ്യാർത്ഥികളോട് ഒരംശം പോലും മാന്യമായ ഇടപെടാത്തവരുണ്ട്. അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് പഠിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. കാര്യം അവിടെ വരുന്ന രക്ഷിതാക്കളോടെങ്കിലും മര്യാദയ്ക്ക് പെരുമാറുന്ന അധ്യാപകരെ നിങ്ങൾ ഈ നാട്ടിൽ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് സ്വകാര്യ സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ പ്രിൻസിപ്പളായിട്ട് ഇരിക്കുന്നവരോട് ഈ രക്ഷിതാക്കൾക്ക് പോയി മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ? അവന്മാരുടെ ഹുങ്ക് കാണേണ്ടി വരും. സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ പഠിച്ചാൽ മതി എന്ന് പറയും. അതായത് വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യമില്ല, അതിങ്ങനെ ശ്വസിക്കാൻ, സംസാരിക്കാൻ, അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു, അവർക്ക് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി പരസ്പരം വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ മറച്ചു വെച്ചുകൊണ്ട് ഈ കോളേജുമായി ബന്ധപ്പെട്ട് SFI അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക്, പുതിയ അഡ്മിഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഒരു ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ എവിടെയാണ് ഈ അഡ്മിഷൻ നടക്കുന്നത് എന്ന കാര്യം തൊട്ട് വിദ്യാർത്ഥികളെ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ SFI എന്നൊരു വിദ്യാർത്ഥി സംഘടന അവിടെ ഭയാനകമായിട്ടൊരു അവസ്ഥയില്ല, നിങ്ങൾക്ക് ഈ ക്യാമ്പസ് സ്വാതന്ത്ര്യമായി കടന്നു വരാമെന്നുള്ള ഒരു പരിചയപ്പെടുത്തലിന്റെ രീതിയിൽ അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് നടത്തിയപ്പോൾ നടത്താൻ പറ്റില്ല എന്ന് പ്രിൻസിപ്പൽ ഹുങ്കെടുക്കുകയാണ്. അത് ചോദ്യം ചെയ്യാൻ ചെന്ന SFIയുടെ ഏരിയ കമ്മിറ്റി ഭാരവാഹിയുടെ ചെവുക്കല്ലടിച്ച് കറക്കുകയാണ്. എന്നിട്ട് മിണ്ടാൻ പാടില്ല അത്രേ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ജൂൺ 1-ാം തീയതി ഈ മർദ്ദനമേറ്റ വ്യക്തി കൃത്യമായ മാധ്യമങ്ങളോട് കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അത് വാർത്തയല്ല. ഒന്ന് കേട്ടെ. എന്താ പ്രശ്നം? ഹെൽപ്പ് ഡെസ്ക് എല്ലാ കോളേജിലും ഉള്ളതാണ്, അങ്ങനൊരു എല്ലാ കോളേജിലും ഇടുന്നതാണ്, സാറിന് എന്താ പ്രയാസം എന്ന് ചോദിച്ചപ്പോഴാണ് ഇനി ആരാടാ ചോദിക്കുക, പുറത്തുനിന്ന് വന്ന ഗുണ്ടകളോടൊന്നും ഞാൻ സംസാരിക്കില്ല, നമ്മളങ്ങനെയൊന്നും മോശമായിട്ട് സംസാരിച്ചില്ല, നമ്മൾ വളരെ മാന്യമായിട്ട് സാറോട് ചോദിക്കുക, അപ്പോഴാണ് ഗുണ്ടകളോടൊന്നും ഞാൻ സംസാരിക്കില്ല, ചിരക്കാണ്ട് പോടുമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ ആരാ ചോദിക്കാൻ മോനെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തതാ, തലയും ചെവിനോടും കൂട്ടിയിട്ട് മൂപ്പരടിച്ചതാണ്. മൂപ്പരൊരു എക്സ് മിലിറ്ററി മാനാണെന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മൂപ്പര് ആരോഗ്യശേഷി വെച്ചിട്ട് നല്ല അടിയാണ് എന്ത് ചെയ്ത് മൂപ്പരടിച്ചത്. കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തല കറങ്ങിയിട്ടേ. അതിനുശേഷം അടുത്ത വിദ്യാർത്ഥികളാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഒരു എക്സ് മിലിറ്ററിക്കാരനെ അറിയാലോ, സ്വാഭാവികമായിട്ട് എക്സ് മിലിറ്ററിക്കാരനെ കൊണ്ടുവന്ന് എന്തിനായിരിക്കും ഇരുത്തിയിരിക്കുന്ന അധ്യാപകനായിട്ട്? അവിടുത്തെ വിദ്യാർത്ഥികളെ മുഴുവൻ അടിച്ചൊതുക്കണം, അവിടെ ഒരു പട്ടാള ചിട്ട കൊണ്ടുവരണം. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്ക്, കാര്യം മിലിറ്ററിയിൽ അങ്ങനെയാണല്ലോ, ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം പറയുന്നതിന് അപ്പുറത്തേക്ക് ഒന്നും നടക്കത്തില്ല. അതാണ് അവിടുത്തെ പഴയ ബ്രിട്ടീഷ് രീതിയിലുള്ള ചില ആചാരങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ നിയമങ്ങൾ നടക്കുന്നത്. അതേപോലെ കോളേജിൽ വന്നിട്ട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് മേൽ കൈകടത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം, അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്ന വ്യക്തിയുടെ ചെവുക്കല്ലടിച്ച് കറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് നെഹ്റു കോളേജിൽ, ഇതേപോലത്തെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മാനേജ്മെന്റും പ്രിൻസിപ്പൾ എല്ലാം കൂടി തല്ലിക്കൊന്നൊരു കുട്ടി. നിങ്ങളെല്ലാം മറന്നു കാണും. നിങ്ങൾക്ക് ഈ സംഭവം, അതായത് വാർത്താ കച്ചവടത്തിന്റെ എന്താണോ അന്നത്തെ ദിവസം ഹോട്ടായിട്ട് കിട്ടുന്നത്, ഒരു മരണമാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇവരെല്ലാം പിൻ പോയിന്റ് നിർത്താം. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങളെല്ലാം ഇവിടത്തെ കോർട്ടിട്ട ജഡ്ജിമാർ ഈ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ദൈവം എന്നൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ മതി. മര്യാദയ്ക്കും മാന്യമായിട്ടും വിദ്യാർത്ഥികളോട് ഇടപെടുന്നവർ തന്നെയാണ് അധ്യാപകരാകേണ്ടത്, അല്ലാതെ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ. കാര്യം ഒരു കാലഘട്ടത്തിലെ കുട്ടികളാകുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ക്യാമ്പസുകളിലേക്കൊക്കെ എത്തുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചോരത്തിളപ്പിന്റെ പ്രായമാണ്. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വീടുകളിലെല്ലാം വലിയ സ്വാതന്ത്ര്യത്തോടെ വളരുന്ന കുട്ടികൾ, അവരെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. കാര്യം ഒരു ഹെൽപ്പ് ഡെസ്ക് അവർ ആരംഭിക്കുന്നത് വേണ്ട എന്ന് പറയേണ്ട കാര്യം എന്താണ്? അവർ നടത്തിക്കൊണ്ട് പോട്ടെ, പക്ഷെ അതിന്റെ പേരിൽ ക്യാമ്പസിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം നടപടി നേരിടേണ്ടി വരും. അത് ന്യായമായിട്ടുള്ള കാര്യം. പക്ഷേ ഞാൻ ഇവിടെ പ്രിൻസിപ്പളായി ഇരിക്കുന്നതുകൊണ്ട് നടത്തേണ്ട കാര്യമില്ല. SFIയോട് എനിക്ക് പ്രത്യേക താല്പര്യക്കുറവുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതെന്നുള്ള കാര്യം നമുക്കറിയാം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പ് SFI ആയിട്ട് കൊമ്പ് കോർത്ത ഒരു ടീച്ചർ മത്സരിക്കാൻ നിന്നു. അപ്പോ എന്താണ് ഇവരുടെ ഉള്ളിലിരിപ്പെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടല്ലോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഘപരിവാറുകാരാണ്, സംഘപരിവാറുകാരായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഇവരെ അങ്ങ് മഹത്വവൽക്കരിച്ചുകൊണ്ട് SFIയുടെ പക്ഷത്താണ് ന്യായമെങ്കിലും അവരെ ആക്ഷേപിക്കുക എന്നുള്ളതാണ് പൊതു രീതിയായിട്ടുള്ള കാര്യം. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയുടെ മേലിൽ കൈവയ്ക്കാൻ ആരാണ് ഒരു പ്രിൻസിപ്പളിന് അധികാരം കൊടുത്തിട്ടുള്ളത്? ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരസ്പര ധാരണയില്ലായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വിദ്യാർത്ഥി സംഘടനകൾ എന്തിനാണ് ഇടപെടുന്നത്? വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനാണ്. അവിടെ ഞാൻ പ്രിൻസിപ്പളാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കല്ലേ പിളർക്കില്ലെന്നൊരു എക്സ് മിലിറ്ററിക്കാരൻ അവിടെ ഇരുന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രതിഷേധമുണ്ടാകും, ചോദ്യം ചെയ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വരുന്നവരുടെ കവാലത്തിലടിച്ചാൽ അവരങ്ങ് മിണ്ടാതെ പോകണോ? ഇത് പഴയ കാലത്തെ ബ്രിട്ടീഷ് രാജ്യമൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഈ അടിമ തമ്പ്രാൻ ശൈലിയും നടക്കത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പണ്ടത്തെ കാലഘട്ടത്തിൽ എത്രയെത്ര മൃഗതുല്യരായിട്ടോ അല്ലെങ്കിൽ
മൃഗ സ്വഭാവമുള്ള അധ്യാപകരെ കണ്ടിട്ടുണ്ട്. ആ രീതിയിലൊക്കെ ഇന്നിപ്പോ വിദ്യാർത്ഥികളെയൊക്കെ കൈകാര്യം ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ചില മാപ്ര കോട്ടിട്ട ജഡ്ജിമാർ കുടപിടിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊന്നും അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. വിദ്യാർത്ഥികൾ തിരിച്ച് ചോദ്യം ചെയ്യുന്നേ. ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കുറച്ചുകൂടി പക്വതയും പാകതയുമുള്ള വ്യക്തിയാണെങ്കിൽ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ടത്. അല്ലാതെ വളഞ്ഞിട്ട് അടിച്ച് ഒതുക്കിക്കളയാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് പഴയ കാലഘട്ടങ്ങളിൽ ക്യാമ്പസുകളിൽ നടന്നിട്ടുണ്ടെന്നേ. ചില പ്രിൻസിപ്പൽമാരും ചില മാനേജ്മെന്റുകളെല്ലാം അവർക്കെതിരെ നിൽക്കുന്നവരെ കൈകാര്യം ചെയ്തതിനു ശേഷം പുറത്താക്കി അവർ തന്നെ പരാതി കൊടുക്കുകയും, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ പ്രിൻസിപ്പലിനെതിരെ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ്. അത്ര മഹാന്മാരാണെങ്കിൽ ആ ദിവസത്തെ മുഴുവൻ കുട്ടി അകത്തേക്ക് കടന്നു വരുന്ന സന്ദർഭം തൊട്ട് മുഴുവൻ CCTV ദൃശ്യം പുറത്തുവിടും. എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാന്നേ. അല്ലാതെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി ഒരാൾ പരാതി കൊടുത്തു, അയാളുടെ കർണപടത്തിന് പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്, കർണപടത്തിന് പരിക്കേറ്റതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു പ്രിൻസിപ്പലിന്റെ മർദ്ദനം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അതിനിവിടുത്തെ ഒരു കോട്ടിട്ട ജഡ്ജിമാരുടെയും അനുവാദവും വേണ്ട. അവർ ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ SFI അങ്ങ് തകർന്നു പോകുന്നെങ്കിൽ തകർന്നു പോട്ടെ. എന്തായാലും ചാനൽ ചർച്ചകളിൽ ഈ അഫ്സൽ ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. കാര്യം ഈ വിഷയത്തിൽ നിന്ന് അപ്പോളജൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈ മൃഗ സ്വഭാവമുള്ളവന്മാരെയൊന്നും പ്രിൻസിപ്പളാക്കി ഇരുത്തിയിട്ട് കുട്ടികളെല്ലാം അങ്ങ് അടിച്ചൊതുക്കി കളയാമെന്നുള്ള പഴയ ചിന്താഗതി ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചിട്ട് വരുന്നതാണ് നല്ലത്. ഏത് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിലും അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ അവകാശങ്ങൾക്ക് തന്നെയാണ് മുൻഗണന കൊടുക്കേണ്ടത്. അത് ആ ക്യാമ്പസിനകത്ത് എന്തെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ, നിങ്ങൾ SFI ആണെന്ന് മുഖം നോക്കേണ്ട കാര്യമേ ഇല്ലെന്നേ. നിങ്ങൾ നടപടിയെടുത്ത് പുറത്താക്കൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവിടെ വിദ്യാർത്ഥി സംഘടനകൾ, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് വിദ്യാർത്ഥി സംഘടനകൾ. അവർ ഒരു ഹെൽപ്പ് ഡെസ്ക് അവിടെ തുടങ്ങിയതിന്റെ പേരിലുണ്ടായ പ്രശ്നത്തിൽ ഒരു വിദ്യാർത്ഥി ഒരു പ്രിൻസിപ്പൽ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ തിരിച്ച് സംഘർഷം ഉണ്ടായെന്നേ. തിരിച്ച് പ്രിൻസിപ്പലിനെ വെല്ലുവിളിച്ചെന്നേ. രണ്ടു കാലിൽ നടന്നു പോയില്ലെന്നൊക്കെ അവർ പറഞ്ഞു എന്ന് തന്നെയാണ് അതിന്റെ ദൃശ്യങ്ങൾ മനസ്സിലാകുന്നത്. അങ്ങനെ പറഞ്ഞ എന്താ കുഴപ്പം? എന്താ പ്രിൻസിപ്പലിന് മാത്രമേ പ്രകോപനമുള്ളൂ? വിദ്യാർത്ഥികൾക്ക് അത് പാടില്ലേ? വിദ്യാർത്ഥികൾ അടിമകളാണോ? അവരെ എന്തെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തുകയോ കൈകാര്യം ചെയ്താലോ വായും മൂടിക്കെട്ടി നിൽക്കാനായിട്ട് എന്താ അടിമ ലോകമാണോ ഇത്? അതൊന്നുമില്ല. ചോദ്യം ചെയ്യപ്പെടും, ഒരു സംശയവും വേണ്ട. അതിനിപ്പോ മാപ്ര ജഡ്ജിമാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് കരുതിക്കൊണ്ട് SFI പിൻവാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നേരത്തെ ഒരു പെൺകുട്ടിയെ ഒരു കോളേജിൽ വളഞ്ഞിട്ട് അടിച്ച സന്ദർഭത്തിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായില്ല. തിരിച്ച് SFIക്കാർ 2 ചാമ്പിയപ്പോഴത്തേക്കും ആ പെൺകുട്ടിക്ക് ICUയിൽ കിടന്ന സമയത്ത് പോലും വാർത്തയാകാത്തത് ഒരുത്തന്റെ കൈ പൊട്ടിയപ്പോഴത്തേക്കും വാർത്തയായി. വയനാട് ഒരു കോളേജിൽ നടന്ന സംഭവമാണ്, മറന്നിട്ടില്ലല്ലോ. അപ്പോ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് എന്താണെന്നും SFIയെ നിങ്ങൾ മര്യാദ പഠിപ്പിക്കാനും SFIക്കെതിരെ നിങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന കാര്യം എന്താണെന്ന് ഈ നാട്ടിലെ നല്ല ബോധ്യമുണ്ട്. പിന്നെ ചില SFIക്കാർ എന്ന ലേബലിൽ കുറെ പേരൊക്കെ ചാനൽ ജഡ്ജിമാരായിട്ട് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇരുത്തിയിട്ടുണ്ട്. സംഘപരിവാറിന്റെ ആൾക്കാർ ഈ സ്ക്രീനിന്റെ ബാക്കിൽ ഇരുന്നിട്ട് എവരെ മുൻപന്തിയിൽ ഇരുന്നിട്ട് പഴയ SFIക്കാരൻ പറയുന്ന കേട്ടില്ലേ എന്ന നിലയിലേക്ക് ചിത്രീകരിക്കാനൊന്നും ശ്രമിക്കേണ്ട. അവിടെ ഈ പ്രിൻസിപ്പൽ നടത്തിയിരിക്കുന്നത് തെമ്മാടിത്തമാണെന്ന് ഒരു സംശയമില്ലാതെ മനസ്സിലാകും. അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയെ കയ്യേറ്റം ചെയ്തതിന് ശേഷം അവർക്ക് തിരിച്ച് പ്രതിഷേധമുണ്ടായപ്പോൾ, അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെതിരെ തിരിച്ച് വിദ്യാർത്ഥികൾ പ്രകോപനപരമായിട്ട് സംസാരിച്ചതിന്റെ വീഡിയോ മാത്രം പുറത്തുവിട്ടിട്ട് ഞങ്ങൾ മര്യാദക്കാരാണ്, അവർ മോശക്കാരാണ്, SFI അതുകൊണ്ട് അങ്ങ് ഈ സമൂഹത്തിന്റെ ഇടയിലിട്ട് അങ്ങ് വേട്ടയാടിക്കളയാമെന്ന് ആരും കരുതണ്ട. അത്ര മഹാന്മാരായിട്ടുള്ളവരാണ് ആ കോളേജിലുള്ളതെങ്കിൽ ആ ദിവസത്തെ അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ മുഴുവൻ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം പ്രിൻസിപ്പലിന്റെ ഭാഗത്താണ് ന്യായമാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മതി ഈ രീതിയിലുള്ള വലിയ കോലാഹലങ്ങളോ അല്ലെങ്കിൽ ക്ലാസ് എടുപ്പോ. അല്ലാതെ 5-6 ചാനലുകളിലൂടെ നിങ്ങൾ വാർത്ത വെച്ച് അല്ലെങ്കിൽ ആ ചാനൽ ജഡ്ജിമാരെ കൊണ്ട് നിങ്ങൾ പ്രത്യേക ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ SFI മാറാനും പോകുന്നില്ല. അല്ലെങ്കിൽ SFI ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഗവർണർക്കെതിരെ സമരം നടത്തിയപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്തായിരുന്നു? അപ്പോൾ അതുകൊണ്ട് SFI അങ്ങ് നന്നാക്കി കളയാമെന്ന് ഇവിടത്തെ ഒരു കോട്ടിട്ട ജഡ്ജിമാരും കരുതണ്ട. അവർ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന നിലപാട് അവർക്കെതിരെ നടന്ന ഒരു മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനം അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് മേലെയുള്ള ഒരു കയ്യേറ്റത്തിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ.